പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് PSC പഠിക്കുകയാണ്. 2 മാസം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മെയിൻ ലിസ്റ്റ് വരിക, കാരണം വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും 2 മാസത്തെ എൻ്റെ എഫേർട്ടിൽ എനിക്കത് കിട്ടിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഫിസിക്സ് എടുത്ത് ഞാൻ PG വരെ പഠിച്ചു, അത് കഴിഞ്ഞ് B.Ed ചേർന്നു. അപ്പോൾ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ എനിക്ക് 10ാം ക്ലാസ്സിന് ശേഷം ഞാനത് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്കത് നല്ല ടഫായിരുന്നു. അപ്പോൾ ഒരു ബിഗിനറായിട്ട് കൂടി ഓൺലൈൻ ആപ്പ് എടുക്കുമ്പോൾ പലരും പറഞ്ഞു ഓൺലൈൻ ക്ലാസ് അല്ലേ, മടുപ്പായിരിക്കും. പക്ഷേ ലക്ഷ്യയുടെ ക്ലാസ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഒരു മടുപ്പും കൂടാതാണ് ക്ലാസ് ഫുള്ള് കണ്ടത്. ശരിക്കും റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പാരൻസിൻ്റെ മുഖത്ത് കണ്ട സന്തോഷമാണ്. ഇത് ജോലി കിട്ടും എന്നുള്ളതിനേക്കാളും, എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഹാപ്പിനെസ് തന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് ടൈം PSCയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ഇങ്ങനൊരു എക്സാമിന് ടോപ്പ് റാങ്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ലക്ഷ്യമാണ്. ഹായ്, എൻ്റെ പേര് അക്ഷയ. ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൽ എനിക്ക് 103ാം റാങ്ക് നേടാൻ സാധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്തുള്ള ആലിയാടാണ് എൻ്റെ സ്വദേശം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനാണുള്ളത്. അച്ഛൻ ഇവിടെ അടുത്തൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നു. അമ്മ വീട്ടിൽ ചെറിയ തയ്യലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അനിയൻ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. പിന്നെ ഞാൻ പഠിച്ചത് മാർവാനിയസ് കോളേജിൽ നിന്ന് ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് PGയും കംപ്ലീറ്റ് ചെയ്തു. ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അതിനുശേഷം ഞാൻ B.Edഉം ചെയ്തിട്ടുണ്ട്. വർക്കല ശ്രീനാരായണ ട്രെയിനിങ് കോളേജിൽ നിന്നാണ് ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. എൻ്റെ PSC ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ LD എക്സാമിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ PSCയിലേക്ക് പോകാമെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ മുന്നിൽ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. എന്നെങ്കിലും PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യയിലായിരിക്കും എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ B.Ed ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് LDയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോയി പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. B.Ed കഴിഞ്ഞിട്ടായാലും ഞാൻ PSCയിലേക്ക് ഇറങ്ങണം എന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് എൻ്റെ പഠിക്കുന്ന കാലം മുതലേ ഉള്ള ആഗ്രഹമാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല. അപ്പോൾ അവരും കുഞ്ഞിലേ മുതലേ എനിക്ക് ഗവൺമെൻറ് ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ B.Ed കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പിന്നെയും ഞാൻ PSCയുടെ ട്രാക്കിലോട്ട് വരാൻ ഒത്തിരി സമയമെടുക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് LD നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഞാൻ ആപ്പ് എടുത്ത് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് കോളേജിൽ പോകുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് എനിക്ക് 2 മാസം കോളേജിൽ പോകേണ്ട വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാസം ഞാൻ ഫുൾ സ്ട്രെച്ചിനിരുന്ന് ലക്ഷ്യയുടെ ക്ലാസ് കണ്ടാണ് പഠിച്ചത്. ഞാനൊരു ബിഗിനറായിരുന്നു. കാരണം ഫിസിക്സ് എടുത്ത് ഞാൻ PG വരെ പഠിച്ചു, അത് കഴിഞ്ഞ് B.Ed ചേർന്നു. അപ്പോൾ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ എനിക്ക് 10ാം ക്ലാസ്സിന് ശേഷം ഞാനത് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്കത് നല്ല ടഫായിരുന്നു. അപ്പോൾ ഒരു ബിഗിനറായിട്ട് കൂടി ഓൺലൈൻ ആപ്പ് എടുക്കുമ്പോൾ പലരും പറഞ്ഞു ഓൺലൈൻ ക്ലാസ് അല്ലേ, മടുപ്പായിരിക്കും. പക്ഷേ ലക്ഷ്യയുടെ ക്ലാസ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഒരു മടുപ്പും കൂടാതാണ് ക്ലാസ് ഫുള്ള് കണ്ടത്. സുജി സാറിൻ്റെ കേരള ഹിസ്റ്ററി, അതുപോലെ അഭിജിത്ത് സാറിൻ്റെ എക്കണോമിക്സ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര എന്താണ് എക്കണോമിക്സ് എന്ന് മാത്രം അറിയാം, അത്രേ എനിക്കറിയത്തുള്ളായിരുന്നു. പക്ഷേ അഭിജിത്ത് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുവാണ് ഇപ്പോഴും. കാരണം LD ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷമായി. ആ ക്ലാസ്സിൽ സാറ് പറയുന്നത് എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അത്ര പെർഫെക്റ്റ് ക്ലാസ് ആയിരുന്നു ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 മാസം മാത്രമേ ഞാൻ LDക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളൂ, ആ ഏപ്രിൽ മെയ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് തനിയെ പഠിക്കാം, കാരണം കോളേജിൽ പോകുന്നതുകൊണ്ട് ആപ്പ് എടുത്താലും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, അപ്പോൾ വെറുതെ പൈസ കളയണ്ട, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ എൻ്റെ ഡിസിഷൻ ബെസ്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. അന്ന് ഞാനത് എടുത്തു, ഞാൻ പഠിച്ചു. 2 മാസം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടു. രാത്രി 1 മണി വരെയൊക്കെ ഇരിക്കും. കാരണം എനിക്ക് തന്നെ അറിയാം ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഞാൻ അത്രയും ടൈം ഇടണം. എൻ്റെ മുന്നിൽ 2 മാസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോകണം എന്ന്. അപ്പോൾ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടെസ്റ്റാണ്, എനിക്കിനി സമയമുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കാൻ തുടങ്ങി, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ LDക്ക് വേണ്ടി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂണിൽ വീണ്ടും കോളേജ് തുറന്നു, വീണ്ടും വർക്ക് ലോഡായി, അതിൻ്റെ പിറകെയായി സെം എക്സാം വന്നു. സെം എക്സാം കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ LD എക്സാം
ജൂലൈ 27 എനിക്കിപ്പോഴും ഡേറ്റ് ഓർമ്മയുണ്ട്. അപ്പോൾ ജൂലൈ 27 എക്സാം. അപ്പോൾ ആ ഒരു 20-നാണ് നമുക്ക് കോളേജിൽ എക്സാം വൈൻഡപ്പ് ആയത്. ആ 20 മുതൽ 27 വരെ ഞാൻ കോളേജിൽ പോകാതെ ലക്ഷ്യയുടെ നോട്ട്സ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും എല്ലാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഷിബു സാറിൻ്റെ ക്ലാസ്സൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേൾക്കാൻ. അപ്പോൾ എനിക്ക് PSCയോടൊരു ഇഷ്ടം ഉണ്ടാക്കി തന്നത് തന്നെ ആ ക്ലാസ്സസ് ആയിരുന്നു. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. ആദ്യമായിട്ട് എഴുതുന്ന എക്സാമാണ്. ആദ്യമായിട്ട് ഞാൻ പഠിച്ചിട്ട് എഴുതുന്ന എക്സാമാണ്. അതിന് മുന്നേ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് എഴുതുന്ന എക്സാമാണ്. ആ ഒരു ടെൻഷനിലാണ് ഞാൻ പോയി എഴുതിയത്. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തരക്കേടില്ല, എളുപ്പം ഉണ്ടായിരുന്നു എക്സാം. പക്ഷേ കുറേ പേര് പറഞ്ഞു ട്രിവാൻഡ്രം ആണ്, നല്ല കോമ്പറ്റീഷനാണ്, അപ്പോൾ കട്ട് ഓഫ് നല്ല കാണും എന്നൊക്കെ. എനിക്ക് പ്രൊവിഷണൽ വെച്ചൊരു 77 സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലിസ്റ്റ് വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡിലീഷനൊക്കെ കഴിഞ്ഞപ്പോൾ 73 പോയിൻറ്റ് സംതിങ് ആയി എൻ്റെ മാർക്ക്. കട്ട് ഓഫ് വന്നപ്പോൾ 72 പോയിൻറ്റ് സംതിങ്ങും. അപ്പം ജസ്റ്റ് കട്ട് ഓഫ് ടച്ചിങ് മാർക്കാണ്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് PSC പഠിക്കുകയാണ്. 2 മാസം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മെയിൻ ലിസ്റ്റ് വരിക, കാരണം വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും 2 മാസത്തെ എൻ്റെ എഫേർട്ടിൽ എനിക്കത് കിട്ടിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അത് കഴിഞ്ഞ് B.Ed സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയർ ആയപ്പോൾ അറിയാം B.Ed ഭയങ്കര ടീച്ചിങ് പ്രാക്ടീസ് കാര്യങ്ങൾ, സ്കൂളിൽ പോകണം. പിന്നെ എനിക്ക് PSC നോക്കാനേ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ടച്ച് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ നോട്ട്സ് LDCയുടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത നോട്ട്സ് ബ്രഷപ്പ് ചെയ്ത് പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ B.Ed പാസ് ഔട്ട് ആയത് ഏപ്രിലാണ്. 2025 ഏപ്രിലാണ് ഞാൻ B.Ed പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ആൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബറിൽ മെയിൻ എക്സാം ആണെന്ന് പറയുന്നു. പ്രിലിംസ് മെയിലും ജൂണിലുമായിട്ട് നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്യയിൽ തന്നെ ഓഫ്ലൈൻ പോകണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഏപ്രിലിൽ പാസ് ഔട്ടായ എനിക്ക് ലക്ഷ്യയുടെ പ്രിലിംസ് ബാച്ച് എല്ലാം ഏകദേശം വൈൻഡപ്പ് ആയി എന്നറിഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഓഫ്ലൈൻ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കവിടെ ഇല്ല. അങ്ങനെ ഞാൻ വീണ്ടും ലക്ഷ്യയുടെ ക്രാഷ് കോഴ്സ് എടുത്തു പ്രിലിംസിന് വേണ്ടി. ഏപ്രിൽ മെയ് മാസം ഞാൻ അതിരുന്ന് പഠിച്ചു. ജൂണിൽ എനിക്ക് പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. ഒരു വർഷം കൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. അപ്പം മെയിൻസ് ബാച്ചിൽ ഡയറക്റ്റ് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വർഷമായിട്ട് പഠിക്കാതെ എനിക്ക് പ്രിലിംസ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പോയത്. അപ്പോൾ ജൂണിൽ എനിക്ക് എക്സാം കഴിഞ്ഞു. പ്രിലിംസ് എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ച് അനൗൺസ് ചെയ്തു. 3rd ബാച്ച് SM3 ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. SM3 ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരുപാട് പേര് പഠിക്കുന്ന എക്സാം, ജോലിയുള്ളവർ ലീവ് എടുത്തിട്ട് വരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം, ആദ്യമായിട്ട് ആ LD എഴുതിയ പ്രാക്ടീസ് മാത്രം വെച്ചിട്ട് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം സുജി സാറും 2ാമത്തെ ദിവസം ഷിബു സാറും ക്ലാസ്സിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, 1 മാസമായിട്ട് പഠിച്ചു തുടങ്ങിയ ആളും 2 വർഷമായിട്ട് പഠിച്ചു തുടങ്ങിയ ആൾക്കും ഇത് പുതിയ സിലബസാണ് സെക്കൻഡ് പേപ്പർ. അപ്പം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു. ആ 2 മാസം നമുക്ക് തികച്ച് 3 മാസം ക്ലാസ് കിട്ടിയില്ല. കാരണം സെപ്റ്റംബറിലായിരുന്നു എക്സാം. പക്ഷേ 95% ഓഫ് ദ സിലബസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ലക്ഷ്യം ഒരുപാട് ട്രസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് വേറെ ഒരു സോഴ്സിൻ്റെ പിറകെയും പോകാനുള്ള ടൈമില്ല. എൻ്റെ കയ്യിൽ ടൈം കുറവായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വേറെ റിസോഴ്സ് തേടി പോകേണ്ട ഒരു ഇതും വന്നില്ല. ഞാൻ ലക്ഷ്യയുടെ നോട്ട്സും ക്ലാസ് നോട്ട്സും ലെക്ചർ നോട്ട്സും മാത്രം വെച്ചിട്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റിന് പഠിക്കുന്നത്. ഫസ്റ്റ് പേപ്പർ പഠിക്കാൻ എനിക്ക് സമയം ഉണ്ടായില്ല. പ്രിലിംസിന് പഠിച്ച ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പേപ്പർ പോയത്. കാരണം ഫസ്റ്റ് പേപ്പർ ക്ലാസ്സിലെടുക്കാനുള്ള ടൈം ലക്ഷ്യയ്ക്കും ഇല്ലായിരുന്നു. പക്ഷേ സയൻസ് ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ടോപ്പ് നോച്ച് ക്ലാസ്സസ് ആയിരുന്നു എല്ലാം. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, പേരെടുത്ത് പറയാനാണെങ്കിൽ സാറന്മാരുടെ പേര് ഒരുപാടുണ്ട്. എല്ലാം അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു. ഒരു NCERTയും SCERTയും കവർ ചെയ്താണ് എടുത്തത്. അപ്പോൾ ഈ 21 മാർക്ക് സയൻസിൽ നിന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസാണ്. ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ആ സയൻസ് എളുപ്പമായിരിക്കും എന്നൊരു കോൺഫിഡൻസിൽ ഫസ്റ്റ് പേപ്പറും എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്നതിന് കറക്റ്റ് 2 ആഴ്ച മുന്നേ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ചിക്കൻ ബോക്സ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് എഴുതാൻ പറ്റത്തില്ലായിരിക്കും, എനിക്കും കൂടി വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ സമയത്തൊക്കെ എൻ്റെ ഫാമിലി അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് ഡൗൺ ആയി. ആ സമയത്ത് എക്സാം കിട്ടുമോ എന്നല്ലായിരുന്നു എൻ്റെ ടെൻഷൻ. എഴുതാൻ പറ്റുമോ, എനിക്ക് ചിക്കൻ ബോക്സ് ആയിപ്പോയാൽ എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ എക്സാമിന് 2 ദിവസം മുന്നേ അച്ഛനും വന്നു. അച്ഛനും അമ്മയും റൂമിനകത്തായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയത്. അപ്പോൾ അതെനിക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, എനിക്ക് എഴുതാൻ എന്നെ ദൈവം അനുവദിച്ചല്ലോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി വന്നപ്പോൾ പൊതുവേ എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. കാരണം പൊതുവേ ഞാൻ അറ്റംപ്റ്റ് കുറച്ച് കൊടുക്കുന്ന ഒരാളാണ്. കാരണം അധികം ഞാൻ പഠിച്ചിട്ടില്ല PSC. അപ്പം അറ്റംപ്റ്റ് കൂട്ടിയാൽ നെഗറ്റീവ് ആവുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറ്റംപ്റ്റ് വളരെ കുറയ്ക്കുന്ന ഒരാളാണ്. പക്ഷേ സെക്കൻഡ് പേപ്പറിന് എനിക്ക് 90 എബോവ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അത് എനിക്ക് ലക്ഷ്യം നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ്.
ആണ്. കാരണം അവിടെ സാറുമാർ പറഞ്ഞു, സുജി സാറ് എവിടെ നിന്നൊക്കെ കണ്ടൻറ്റ് കിട്ടുമോ അതെല്ലാം സാറ് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം. സാറ് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റ് അതാണ്. നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നതല്ലാത്തൊരു പോയിൻ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം, അത് ആർക്കും അറിയത്തില്ലായിരിക്കും. ആ സാറിൻ്റെ അതേ കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു. ലക്ഷ്യം പഠിപ്പിച്ച് ഞാനതെല്ലാം പഠിച്ചു. കാരണം സെക്കൻഡ് പേപ്പർ ഞാൻ ഒരുപാട് റിവൈസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അത് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ആർക്കും അറിയത്തില്ലായിരിക്കും എന്നൊരു കോൺഫിഡൻസ് എക്സാം ഹാളിൽ ഇരുന്ന് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് 90 എബോവ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. 80, 84, 85 സംതിങ് മാർക്ക് എനിക്ക് സെക്കൻഡ് പേപ്പറിന് സ്കോർ ചെയ്യാനും പറ്റി. എനിക്ക് കുറച്ച് ഞാൻ ബാക്കിലോട്ടായി പോയത് ഫസ്റ്റ് പേപ്പറിനായിരുന്നു. അത് ഞാൻ അധികം ഫസ്റ്റ് പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടല്ല പോയത്, എങ്കിലും സയൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനും എനിക്കൊരുവിധം സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ലിസ്റ്റ് വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കട്ട് ഓഫ് വന്നപ്പോഴും കട്ട് ഓഫിന് ഞാൻ കൂട്ടി വെച്ച മാർക്കിനേക്കാളും ഒത്തിരി കുറവായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു റാങ്ക് കിട്ടും എന്നറിയായിരുന്നു. പിന്നെ എനിക്ക് പേടി ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും നല്ല ക്ലാസ്സാണ്. അവിടെയും ഞാൻ ലക്ഷ്യയ്ക്ക് മാത്രമേ മോക്ക് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പോയി. അവിടെ ചെന്ന് അവർ ചോദിച്ചതിനൊക്കെ ഞാൻ 90% ഉത്തരം പറഞ്ഞു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാർക്ക് 22 മാക്സിമം കൊടുത്തേക്കുന്നത്. ആ മാർക്ക് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് ടൈം PSCയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു എക്സാമിന് ഈ ടോപ്പ് റാങ്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ലക്ഷ്യമാണ്. കാരണം LDC ഞാൻ ആദ്യം സെൽഫ് സ്റ്റഡി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ടെലഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ വരും. ഒരു PDF എടുക്കുമ്പോൾ തന്നെ 100-150 പേജാണ് ഒരു ചെറിയ ടോപ്പിക്കിന്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത്രയും ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും. പക്ഷേ ലക്ഷ്യ സാറുമാരെല്ലാം റിവൈസ് ചെയ്ത് എല്ലാം റെഫർ ചെയ്താണ് അവർ നമുക്ക് പഠിപ്പിക്കുന്നത്. വേറൊരു സോഴ്സ് നമ്മൾ തേടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പം മെയിൻസിൻ്റെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഗവേണൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ സുധി സാറ് വെബ്സൈറ്റിൽ നിന്ന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് എക്സാംസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ എക്കോണമി ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം പഠിപ്പിച്ചതിൻ്റെ 1% എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അതാണ് അത്രയ്ക്കും നമ്മളെ ആപ്റ്റാക്കിയിട്ടാണ് അവർ വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലക്ഷ്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ലക്ഷ്യയെക്കുറിച്ച് അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. ലക്ഷ്യയുടെ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ലക്ഷ്യ പോയത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷനായിട്ട് തോന്നുന്നു. സോ ഐ ആം വെരി ഹാപ്പി. പിന്നെ ഈ വിജയം എന്ന് പറയുന്നത് എൻ്റെ മാത്രം വിജയമല്ല, ഒരു കൂട്ടായ വിജയമാണ്. ശരിക്കും റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പാരൻസിൻ്റെ മുഖത്ത് കണ്ട സന്തോഷമാണ്. ഇത് ജോലി കിട്ടും എന്നുള്ളതിനേക്കാളും, എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഹാപ്പിനെസ് തന്നൊരു മൊമെൻ്റാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ചിരി. അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ് ഇവരെല്ലാവരും എനിക്കൊരു ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതേപോലെ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്ത കുറച്ച് പേരുണ്ട്, എൻ്റെ ജോലി ആഗ്രഹിച്ചിരുന്നവർ, അവരെയും ഞാൻ ഈ അവസരത്തെ ഓർക്കുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഒത്തിരി ഡൗൺ ആയപ്പോൾ എനിക്ക് കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് തന്ന, പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ലക്ഷ്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര എഫേർട്ട് ഇട്ടാലും എനിക്കിവിടെ എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ തരുന്ന ആ നോട്ട്സ് വച്ചിട്ട് മാത്രമാണ് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് 100% കോൺഫിഡൻസോടുകൂടി ഇവിടെ പറയാൻ പറ്റും. താങ്ക് യു.